യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 5:14 മുതൽ 16 വരെ. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. 3 കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യേശു അന്വേഷിക്കുന്നു, യേശു കണ്ടെത്തുന്നു, യേശു പീഡിപ്പിക്കപ്പെടുന്നു. ഈ ജീവിതത്തിൽ ഈശോ നമ്മളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഈശോയാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഈ ദയ കാണിക്കുന്നവൻ എപ്പോഴും വിശ്വസ്തനാണ്. 1 കൊറിന്തോസ് 1:9. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 2 തെസ്സലോനിക്ക 3:3. 2 തെസ്സലോനിക്ക 3:3. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ജെറമിയ 31:3. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഇതാണ് വിളിച്ചവന്റെ പ്രത്യേകത. ഇനി വിളിക്കപ്പെട്ടവരെങ്ങനെയാകണമെന്ന് 1 കൊറിന്തോസ് 1:2 പറയുന്നുണ്ട്. കോറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത്, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും. അതായത് വിശുദ്ധരാകാനാണ് ഈശോ വിളിക്കുന്നത്. റോമ 1:7. ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ഇതിനു വേണ്ടിയാണ് ഈശോ ഈ മകനെ ദേവാലയത്തിൽ കണ്ടപ്പോൾ അവനോട് മേലിൽ പാപം ചെയ്യരുതെന്ന് പറയുന്നത്. ഈശോ നമ്മളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ ഒരിക്കലും പാപത്തിലായിരിക്കരുത്. റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. റോമ 6:22. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേതനം മരണമാണ്. എഫേഷ്യൻസ് 4:1. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. 1 കൊറിന്തോസ് 7:17. ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. ഇവിടെ എപ്പോഴും നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ നിയോഗം എന്താണ്. ഈ അന്വേഷണമാണ് പാപരഹിത ജീവിതത്തിൻ്റെ വലിയൊരു അന്വേഷണം. ദൈവത്തിൻ്റെ നിയോഗം എന്താണ്? ഈ മകനെക്കുറിച്ചാണ് ഇനി വീണ്ടും നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുന്നത്. ഇവൻ സൗഖ്യപ്പെട്ടു, പോയത് ദേവാലയത്തിലാണ്. 38 വർഷം കിടന്ന ആൾക്ക് ഇനി ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് ലൗകികമായ കാര്യങ്ങളിൽ ഇടപെടാമെന്ന് ആ വ്യക്തി വിചാരിച്ചില്ല. ആ സൗഖ്യത്തിൻ്റെ തുടർച്ചയായിട്ട് പോയത് ദേവാലയത്തിലേക്കാണ്, നന്ദി പറയാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഈശോ അവനെ കണ്ടെത്തി. ഇത് നമ്മൾ
വചനത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാലിക്കേണ്ട ഒരു ജീവിതക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉല്ലാസ ജീവിതത്തിന് പിന്നെ ഒരു പ്രാധാന്യമില്ല, അത് പഴയതാണ്. ജെറമ്യ 15:17. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എന്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരുന്നു. യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാകുന്നു. റോമ 8:7-8. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. 1 യോഹന്നാൻ 2:15-16. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ഈശോ അന്വേഷിക്കുന്നു, ഈശോ കണ്ടെത്തുന്നു, ഇനി ഈശോ പീഡിപ്പിക്കപ്പെടുന്നു. അതാണ് നമ്മൾ യോഹന്നാൻ 5:16 വായിക്കുന്നത്. ഒന്നും കൂടി വായിക്കാം. സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. ഇതാണ് നമ്മൾ അപ്പസ്തോല നടപടി 9:4 കാണുന്നത്. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരിക്കലും പറയരുത്. യേശു പീഡിപ്പിക്കപ്പെടുന്നു. ഞാൻ ആരുമല്ല. യോഹന്നാൻ 3:30 പിന്നെ ഞാൻ ആരാ? ഞാൻ ഒന്നുമല്ല. ഞാനല്ല പീഡിപ്പിക്കപ്പെടുന്നത്, യേശുവാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ആ പീഡനത്തിൽ പങ്കുപറ്റാനുള്ള ഒരു വിളി എനിക്ക് ലഭിച്ചു എന്നതിൽ, ആ പീഡനങ്ങളിൽ ഞാൻ ആനന്ദിക്കുന്നവളുമായി രൂപാന്തരപ്പെടണം. അതാണ് വിശുദ്ധിയുടെ വിളിയുടെ ലക്ഷ്യം. കൊളോസസ് 1:11. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. കൊളോസസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഫിലിപ്പിയർ 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പസ്തോല നടപടി 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. മത്തായി 5:12. നിങ്ങൾ ആനന്ദിച്ചാകാതിരിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. 2 തിമോത്തി 3:12. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്.